ഹലോ നമസ്കാരം. കണ്ണൂർ വിഷൻ ചാനലിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ കൊസ്ട്രാക്കുകളുടെ പുതിയ അധ്യായത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഞാൻ നവീൻ പരങ്ങാവ്. ഇപ്പം ഞാൻ നിൽക്കുന്നത് കുറച്ച് മുകളിലാണ്. കുറച്ച് മുകളിൽ വെച്ചാൽ അധികം മുകളിലല്ല, എന്നാലും കുറച്ച് മുകളിലാണ്. താഴെ എല്ലാം സാരം. ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത് നമ്മുടെ കർമ്മ അക്കാദമിയാണ്. വിവിധ കോഴ്സുകൾ പഠിപ്പിക്കുന്ന കർമ്മ അക്കാദമിയാണ്. അതായത് ഇവിടുത്തെ കോഴ്സ് ഒട്ടുമിക്ക നമ്മൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അണ്ടറിൽ വരുന്ന ജോലി ലഭിക്കുന്ന കോഴ്സുകളാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ താവക്കരയുള്ള സുനിത ഫർണിച്ചറിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് നമ്മുടെ കർമ്മ അക്കാദമി. അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ എപ്പിസോഡ് ചിത്രീകരിക്കുന്നത്. അപ്പോൾ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മുടെ പ്രിയപ്പെട്ട സഹോദരന്മാരാണ് നമ്മുടെ എപ്പിസോഡ് പങ്കുചെയ്യുന്നത്. ഇമേജ് മറക്കണ്ട. ഇമേജ് എന്ന് പറയുന്നത് മൊബൈലിനും ലാപ്ടോപ്പിനും കമ്പ്യൂട്ടറിനും ആയിട്ടുള്ള എക്സ്ക്ലൂസീവ് ഷോറൂമാണ്. വിലക്കുറവിൽ, സെലക്ഷനിൽ, ഗുണമേന്മയിൽ, സർവീസിൽ എല്ലാം നമ്പർ 1 ആണ് ഇമേജ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മുടെ സഹോദരിമാർ റെഡി. പുള്ളിക്കാർ സഞ്ചിയൊക്കെ ആയിട്ട് പോവാണ്. എവിടെ പോകുന്നത്? ഇത് വീട്ടിലേക്കോ? ഇതിനകത്ത് എന്തൊക്കെയുണ്ട് സഞ്ചിയിൽ? ബുക്ക്. ഭക്ഷണം ഒന്നും ഉണ്ടോ? ഇല്ല. എത്ര ബുക്കുണ്ട്? തുറക്ക. എത്ര ബുക്കുണ്ട്? 4 കൂടുതലുണ്ടെങ്കിൽ? 4 കൂടുതൽ ഒന്നുമില്ല. ഉറപ്പല്ലേ? 4 ബുക്കാണ്. നോക്കട്ടെ. 1 2 3 4 5 ബുക്കുണ്ട്. ഇതിൽ 5 ബുക്കുണ്ട്. നോക്കിയില്ലല്ലേ? ഇല്ല. കുഴപ്പമില്ല. അജലുള്ളൂ. ഓക്കെ. പേരെന്താ? അശ്വന്ത്. എവിടെ താമസിക്കുന്നത്? ഞാൻ അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിന്റെ അടുത്താണോ കറുപ്പത്തോട്ടത്തിന്റെ അടുത്താണോ? ഇവിടെ ഏതിന്റെ അടുത്താ? പാളയം. കറുപ്പയുടെ അടുത്താണ്. ഈ കറുപ്പ അവിടുന്ന് മരം മുറിക്കുന്നതിനനുസരിച്ചിട്ട് അവിടെ നട്ടുപിടിപ്പിക്കുന്നുണ്ടോ? ഇല്ല. മുറിക്കുന്നുള്ളൂ. അതോടെ നട്ടുപിടിപ്പിക്കാതെ പിന്നെ ഇങ്ങനെ മുറിക്കുന്നതിന് വീണ്ടും വേണ്ടി കിട്ടുകൊണ്ടിരിക്കുന്നത്? അല്ല, ഇവിടെ വലിയ തോട്ടല്ലേ. ഏകദേശം എത്ര ഏക്കർ കാണും? അത് കൃത്യമായിട്ട് അറിയില്ല. കറുപ്പത്തോട്ടത്തിൽ പോയിട്ടുണ്ടോ അങ്ങോട്ട്? എന്തിന്? വെറുതെ അങ്ങോട്ട് പോകുമ്പോ മെഡിക്കൽ കോളേജ് ഭാഗമാണല്ലോ. പേര് നന്ദലാൽ. നിങ്ങളെ പറ്റിയിട്ടൊരു പാട്ടുണ്ടല്ലോ. നന്ദലാല. എവിടെ സ്ഥലം? എവിടെയാ? പയ്യന്നൂരിൽ. എവിടെ? കരിവള്ളൂർ. മുരളിയേട്ടൻ്റെ വീട്ടിന്റെ കുറച്ചടുത്താണ്. അദ്ദേഹത്തെ നേരിട്ട് പരിചയമുണ്ടോ? ഇല്ല, കണ്ടിട്ടൊക്കെ അറിയാം. ഫംഗ്ഷൻസിനൊക്കെ വരുന്ന നാട്ടില്. പേര് കാജൽ. കാജൽ എന്ന് പറഞ്ഞാൽ ഹിന്ദി വേർഡാണ്. അതിന്റെ അർത്ഥം എന്താണ്? കൺമഷി. കാജൽ എന്ന് പറഞ്ഞാൽ കൺമഷി. കുറച്ചും കൊടുക്കാം. പായൽ എന്ന് പറഞ്ഞാൽ പായൽ എന്ന് പറഞ്ഞാൽ നമ്മൾ വെള്ളത്തിലേക്ക് കാണുന്ന പായൽ. പക്ഷെ അത് ഹിന്ദിയിൽ എന്താണ് പായൽ എന്ന് പറഞ്ഞാൽ? പാദസരം. അപ്പം പായൽ എന്ന് പറഞ്ഞാൽ ഹിന്ദിയിൽ പാദസരം. പിന്നെ കാജൽ എന്ന് പറഞ്ഞാൽ കൺമഷി. കൺമഷി, അതാണ് കാജൽ. കാജലിന്റെ വീട്ടിൽ ഷോർട്ട് ആയിട്ട് കാജു എന്ന് വിളിക്കുമോ? ആരെ വിളിക്കുന്ന കാജു എന്ന്? അച്ഛനമ്മയ്ക്ക് വിളിക്കും. ശരി. താമസിക്കുന്നത് കക്കാട്. കണ്ണൂർ കക്കാട് താമസിക്കുന്ന അല്ല കായാണ്. കണ്ണൂർ കക്കാട് കാജൽ. കക്കാട് എവിടെയായിട്ട് വരും? അറിയാൽത്തറ. ഓക്കെ, ശരി. അപ്പം ഏത് കോഴ്സാണ് പഠിക്കുന്നത്? ബാങ്ക് ഇന്റഗ്രേറ്റഡ്. അപ്പം ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട ജോലിക്കാണ് ആഗ്രഹിക്കുന്നത്. അത് പഠിച്ചു ഇവിടെ തന്നെ ജോലി ചെയ്യാനാണോ അല്ലെങ്കിൽ ഔട്ട് സൈഡിലാണോ ഉദ്ദേശിക്കുന്നത്? കുഴപ്പമില്ല, എവിടെയായാലും കുഴപ്പമില്ല. ഔട്ട് സൈഡിലാണെങ്കിൽ എത്ര ഭാഷ സംസാരിക്കാൻ അറിയാം? 2 ഭാഷ. ഇംഗ്ലീഷ്, ഹിന്ദി. ഹിന്ദി നന്നായിട്ട് അറിയാം? നല്ലോണം അറിയില്ല, ഏകദേശം പിടിച്ചേക്കാം. അങ്ങോട്ട് പോവല്ലേ എന്ന് ഹിന്ദിയിൽ എന്ത് പറയും? മനാഹെ. ആയിരിക്കും, നോക്കാം. എന്തായാലും നല്ല കാര്യം. ഓക്കെ. നിങ്ങൾക്ക് ഏത് ജോബാണ് ആഗ്രഹിക്കുന്നത്? ബാങ്ക്. അതും ഇവിടെ നമ്മുടെ നാട്ടിലാണോ പുറത്തോട്ടാണോ? നാട്ടിൽ തന്നെയാണ് നോക്കുന്നത്. അതുകൊണ്ട് മറ്റു ഭാഷേൻ്റെ ആവശ്യമില്ല. എന്നാൽ എത്ര ഭാഷ അറിയാം സംസാരിക്കാൻ? മലയാളം, ഇംഗ്ലീഷ്. ഹിന്ദിയിലോട്ട് പോയിട്ടില്ല? ഇല്ല. ഓക്കെ. ഏതാണ് കോഴ്സ്? റെയിൽവേ ആയിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ റെയിൽവേ ആയിട്ട് ബന്ധപ്പെട്ട് നമുക്കറിയാം നാട്ടിൽ മാത്രം ചെയ്യാൻ പറ്റില്ല, ഔട്ട് സൈഡിലും പോകണം. അപ്പം പഠിച്ചിട്ടുണ്ട് ഹിന്ദി അറിയില്ല. കാരണം നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ ഈ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് വരുന്ന ഹിന്ദി സംസാരിക്കുന്ന ആൾക്കാർ. കേട്ടാ മനസ്സിലാവും, അങ്ങോട്ടേക്ക് സംസാരിക്കാൻ പറ്റില്ല, തിരിച്ച് മറുപടി പറയാൻ പറ്റില്ല, പറയുന്നത് മനസ്സിലാവും. ഓക്കെ, നല്ല. ആപ്കാ ഘർ കിധർ ഹൈ? അഞ്ചരക്കണ്ടി. അപ്പോൾ ഓക്കെ, ശരി. അപ്പം ഞാൻ ചെറിയൊരു ചോദ്യം, വളരെ ലളിതമായിട്ടുള്ളൊരു ചോദ്യമാണ്. ഉത്തരം പറഞ്ഞാൽ സമ്മാനമുണ്ട്. ഏറ്റവും ഇഷ്ടപ്പെട്ട നിറം ഏതാ? ബ്ലൂ. കാരണം ബ്ലൂ ആണ്. എന്താണ് ഗ്രീൻ? ഹരിത പറഞ്ഞ എവിടെ നോക്കിയാലും ഏറ്റവും കൂടുതൽ നമ്മൾ നോക്കി കാണുന്ന നിറമാണ് അല്ലേ? അതാണ്. ഇപ്പോൾ 2 പേർക്ക് ബ്ലൂവും ഒരാൾക്ക് ഗ്രീനുമാണ് ഇഷ്ടം. എൻ്റെ ചെറിയ ചോദ്യമാണ്, ഒരു നിറമുള്ള സംഖ്യ ഏതാണ്? മഞ്ഞ. നിറമുള്ള സംഖ്യ. അപ്പോൾ എന്തായാലും വളരെ സന്തോഷം. കാണാം. താങ്ക് യു. യെസ്. അപ്പം ഒരറിവ് കിട്ടി. കാജൽ എന്ന് പറഞ്ഞാൽ കൺമഷി.
കാജൽ എന്ന് പറഞ്ഞാൽ ഹിന്ദിയിൽ കാജൽ എന്ന് പറഞ്ഞാൽ കൺമഷി. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത ടീമോട് ചോദിക്കാൻ വേണ്ടി പോകണം. റെഡി? കണ്ണൂർ താവക്കര സുന്ദ ഫർണിച്ചറിൻ്റെ ഓപ്പോസിറ്റുള്ള കർമ്മ അക്കാദമിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇവിടെയുള്ള സഹോദരി സഹോദരന്മാരുമായിട്ടാണ് നമ്മുടെ കുസ്രാക്കുള്ളിൽ എപ്പിസോഡ് ചിത്രീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അടുത്തൊരു 3 സഹോദരിമാരുണ്ട്, പരിചയപ്പെടാം. പേര്? വർഷ. ഇതേതാ വർഷം? 2025. നിങ്ങളുടെ ജനിച്ച വർഷം? 2000. ഓക്കെ. സ്ഥലം? ചെറുവത്തൂർ. നമ്മൾ പിന്നെ അപ്പോൾ ഇവിടുന്ന് കണ്ണൂരിൽ നിന്ന് എത്ര കിലോമീറ്റർ വരും കറക്റ്റ്? ട്രെയിനിലാണ്, ബസ്സിന് പോകാറില്ല. അപ്പം രാവിലെ അവിടുന്ന് ഏത് ട്രെയിൻ ഇങ്ങോട്ട് വരും? എക്മോർ. എത്ര മണിക്ക് അവിടുന്ന്? 8:10. അത് ചെറുവത്തൂർ സ്റ്റേഷൻ 8:10. അപ്പോൾ കണ്ണൂർ എത്ര മണിയാകുമ്പോൾ എത്തും? കണ്ണൂർ 9:10 അങ്ങനെ എത്തും. ഒരു മണിക്കൂർ വേണം. സീസൺ ടിക്കറ്റ് ആണ്. അപ്പോൾ ഒരു വർഷത്തേക്കാണ് എടുക്കുക? മാസത്തേക്ക് എത്ര പൈസ വരും? 270. കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ പിന്നെ അതിൽ 270 നമുക്ക് ഒരു മാസം പോയി തീർക്കണം എന്ന് അങ്ങനെയൊന്നുമില്ലല്ലോ. പോയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. പിന്നെ മാസം പുതുക്കിയെടുക്കാം അല്ലേ? ഓക്കെ. പേര്? ശ്രീദിനി. ദിനി. എവിടെ സ്ഥലം? പയ്യന്നൂർ കരുവള്ളൂർ. ഓക്കെ. കരുവള്ളൂർ എവിടെയായിട്ട് വരും കറക്റ്റ്? പെരളം ചീറ്റ. ഈ ചീറ്റപ്പുലിയുടെ ജന്മസ്ഥലമാണോ അത്? പിന്നെ ചീറ്റ എന്നുള്ളൊരു പേര് അറിഞ്ഞൂടാ. നമ്മൾ പല ആൾക്കാർക്കും പല സ്ഥലത്തിൻ്റെയും പേരിൻ്റെ, അതായത് പണ്ട് എങ്ങനെയാണ് പേരുണ്ടായതെന്ന് ഇപ്പോഴത്തെ പണ്ടുള്ള ആൾക്കാർക്ക് ചോദിച്ചാൽ പെട്ടെന്ന് കിട്ടും. പക്ഷേ പുതിയ തലമുറക്ക് എങ്ങനെയാണ് അതിൻ്റെ സ്ഥലത്തിന് പേര്? ഇപ്പോൾ കണ്ണൂർ എന്ന് പറഞ്ഞാൽ കണ്ണൻ്റെ ഊര് എന്നാണ് കണ്ണൂർ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഓരോ പേരിനും പേര് വന്ന വഴിയൊക്കെ ഉണ്ടാവും അല്ലേ? ഓക്കെ. ഇവിടെ പേര്? തുളസി. ഔഷധ ഗുണമുള്ള ഒരു സസ്യമാണ്. തലയിൽ ചൂടാം, പൂജക്കെടുക്കാം, അതിന് ഒരുപാട് ഗുണമുള്ള സംഭവമാണ് തുളസി. ഷോർട്ടായിട്ട് എന്ത് വിളിക്കും? വിളിക്കുന്ന ആൾക്കാരുണ്ട്. അത് ഇട്ടാലാണ് ഞാൻ തുളുന്ന് വിളിക്കും. ആരൊക്കെ തുളുന്ന് വിളിക്കുന്നത്? അങ്ങനെ വിളിക്കാറ്. അല്ലെങ്കിൽ വിഷമമൊന്നുമില്ല, കാരണം അതൊരു ഭാഷ കൂടിയാണ്. ചെറുതിലെ അങ്ങനെ തന്നെ വിളിക്കാറ്. വീട്ടിൽ അങ്ങനെ വിളിക്കും? അല്ല, വീട്ടിൽ അമ്പിളിന്ന് വിളിക്കാറ്. അമ്പിളിന്ന് വിളിക്കും. ജയറാമും കലാപൻ മണിയൊക്കെ ചേർന്നിട്ട് ഒരു സിനിമയിൽ അമ്പിളി ഇങ്ങനൊരു ക്യാമ്പസ് പോയിട്ട് ചുറ്റി കറങ്ങുന്ന സംഭവം ഉണ്ടായിരുന്നു. ഏതാ സിനിമ അറിയോ? ഓർമ്മയില്ല. കണ്ടിട്ടുണ്ടായിരുന്നില്ലേ? കൊട്ടാരം വീട്ടിൽ അപ്പൂട്ടൻ. അതിലാണ് അമ്പിളിയുടെ അന്വേഷിച്ച് ഇങ്ങനെ കലാമണി ഇവർക്ക് ചേർന്നിരിങ്ങനെ ക്യാമ്പസ് മുഴുവൻ ചുറ്റി കറങ്ങുന്നുണ്ടായിരുന്നു. ഹോബീസ് എന്താ? ഹോബീസ് അങ്ങനെയൊന്നുമില്ല പ്രത്യേകിച്ച്. പാട്ട്? ഇല്ല. ചെറുതായിട്ട്? ഇല്ല. പാടില്ല? എവിടെ? പാടില്ല. രണ്ടുപേര്? സത്യം. ഞാൻ എങ്ങനെയെങ്കിലും രണ്ടുപേര് പാട്ട് കിട്ടുമോ നോക്കുന്ന കിട്ടിയില്ല. അപ്പം ചെറിയ ചോദ്യമാണ്. ഏറ്റവും ഇഷ്ടപ്പെട്ട നിറം ഏതാ? ബ്ലാക്ക്. കാരണം എന്താണ് അതിൻ്റെ കാരണം? ബ്ലാക്ക് ഇഷ്ടപ്പെടാനുള്ള കാരണം? ഇഷ്ടമാണ്. ഇവിടെ വൈറ്റ്. എന്താ കാരണം? സമാധാനത്തിൻ്റെ നിറമാണ് വൈറ്റ്, ദുഃഖത്തിൻ്റെ നിറമാണ് ബ്ലാക്ക്. നിങ്ങളുടെ നിറം? ബ്ലാക്ക്. രണ്ടുപേര് ബ്ലാക്കും ഒരാൾ വൈറ്റുമാണ്. ബ്ലാക്ക് ബെൽറ്റ് ഒക്കെ നമ്മൾ കറാട്ടയിലൊക്കെ ഉള്ള സംഭവമാണ്. ഏറ്റവും നമുക്ക് ഈ ചില ആൾക്ക് നമ്മൾ ലക്കി നമ്പർ ഉണ്ട്. അങ്ങനെ നമ്പർ വല്ലതും ഉണ്ടോ നിങ്ങൾക്ക്? ലക്കി നമ്പർ ഇല്ല. 7. ആഴ്ചയിൽ 7 ദിവസം അങ്ങനെയല്ല. ഓക്കെ. ഇവിടെ ഇല്ല, അങ്ങനെ ഒന്നുമില്ല. അപ്പോൾ എന്തായാലും നിറമുണ്ട്, പക്ഷേ ആർക്കും അങ്ങനെ പ്രത്യേകിച്ചൊരു ലക്കി നമ്പറില്ല. ഇവർക്ക് മാത്രം 7 ആണ് ലക്കി നമ്പർ എന്ന് പറയുന്നു. ചെറിയ ചോദ്യമാണ്. പേരിൽ തന്നെ ഒരു നിറമുള്ള സംഖ്യ ഏതാണ്? പേരിൽ തന്നെ ഒരു നിറമുള്ള സംഖ്യ. ഇംഗ്ലീഷാണെന്ന് പറയാം. അപ്പം അങ്ങനെ 2 പേർക്ക് ബ്ലാക്ക് കളറും ഒരാൾക്ക് വൈറ്റ് കളറുമാണ് ഇഷ്ടം. പക്ഷേ എൻ്റെ ചോദ്യത്തിൽ ഈ 2 നിറവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇംഗ്ലീഷാണോ എന്ന് ചോദിച്ചു, ഞാൻ അതേന്ന് പറഞ്ഞു, പക്ഷേ ഉത്തരം കിട്ടിയില്ല. വളരെ സന്തോഷം. കാണാം. താങ്ക് യു. കണ്ണൂർ താവക്കരയുള്ള കർമ്മ അക്കാദമിയിൽ നിന്നാണ് നമ്മളെ ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ കുസ്സാക്കളുടെ എപ്പിസോഡ് ചിത്രീകരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ അടുത്ത 3 ഇവർ നമ്മളെ ഈ ഒരു കർമ്മ അക്കാദമിയിലെ സ്റ്റുഡൻസ് അല്ല, ഫാക്കൽറ്റി. എന്താണ് ഫാക്കൽറ്റി എന്നുവെച്ചാൽ? ടീച്ചേഴ്സാണ്. അതിനെന്തെങ്കിലും പറഞ്ഞു നിങ്ങൾ? ഫാക്കൽറ്റി. അതിൻ്റെ മലയാളം എന്താണ്? ഫാക്കൽറ്റീൻ്റെ മലയാളം? അധ്യാപകൻ എന്നുള്ള മീനിങ് വരും. അധ്യാപകൻ എന്നുള്ള മീനിങ് ആണ്. പക്ഷേ ഇംഗ്ലീഷ് തന്നെയാണോ വീട്? അതെ, ഫാക്കൽറ്റി. ഈ എഞ്ചിനീയറിംഗ് കോളേജസിൽ അല്ലെങ്കിൽ പോളിടെക്നിക് ഇൻസ്റ്റിറ്റ്യൂഷനിലൊക്കെ ഈ ടീച്ചർ എന്നുള്ളതിന് പകരം ലെക്ചർ അല്ലെങ്കിൽ ഫാക്കൽറ്റി എന്ന് പറയും. ഫാക്കൽറ്റിയിൽ ഓഫീസ് മെമ്പേഴ്സ് കൂടി ഇൻക്ലൂഡ് ആവും. ഫാക്കൽറ്റി. FACULTY. ഫാക്കൽറ്റി.
ഇപ്പോൾ നമ്മൾ ഈ പോളിടെക്നിക്കൊന്നും പോകാത്തതുകൊണ്ട് ഇന്ത്യ ഒന്നും നമുക്ക് അറിഞ്ഞുകൂടാ. അത് അറിയാത്ത കാര്യങ്ങൾ അറിയുന്നവരോട് ചോദിച്ച് മനസ്സിലാക്കുക എന്നുള്ള ഏറ്റവും വലിയ കാര്യമാണ്. ഒന്നുകൂടി ഫാക്കൽറ്റി ഫാക്കൽറ്റി, അതായത് അധ്യാപകൻ എന്നുള്ള അർത്ഥം വരുന്ന വാക്കാണത്. അത് മാത്രമല്ല ഒഫീഷ്യലായിട്ട് വർക്ക് ചെയ്യുന്നവർ എന്നുള്ള കൂടി സംഭവം. നമ്മൾ സാധാരണ ടീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ അധ്യാപകന്മാർക്ക് മാത്രമാണ്. ഈ ഒരു വാക്കിന് അവിടെ ജോലി ചെയ്യുന്ന ഓഫീസേഴ്സ് എന്ന് കൂടിയുള്ള അർത്ഥം വരുന്നുണ്ട്. യെസ്, അപ്പം ഒന്ന് എഴുതി വെക്കാം. ഒന്നുകൂടെ പറഞ്ഞേ, ഫാക്കൽറ്റി. അതായത് അധ്യാപകൻ അല്ലെങ്കിൽ അവിടെ ഓഫീസ് ജോലി ചെയ്യുന്ന ജീവനക്കാർ. വളരെ സന്തോഷം. ഓക്കെ, താങ്ക് യു. ഓക്കെ, താമസിക്കുന്ന എവിടെയാണ്? ഞാൻ കോഴിക്കോട്ടുള്ള ആളാണ്. കോഴിക്കോട് എവിടെ? കോഴിക്കോട് കൊയിലാണ്ടിയിൽ കാപ്പാട് അറിയില്ലേ? കാപ്പാട് ആദ്യം കാലുകുത്തിയ സ്ഥലം. അതെ, കാല് കുത്തിയ സ്ഥലം തന്നെ. അതെ, കാലുകുത്തിയത് വാസ്കോ ഡ ഗാമ 1498. 1498 വാസ്കോ ഡ ഗാമ കാപ്പാട് പോർച്ചുഗീസ് നാവികനായ വാസ്കോ ഡ ഗാമ കാപ്പാട് ആദ്യമായി കാലുകുത്തുന്നത്. ഈ നമ്മള് അഞ്ചരക്കണ്ടി ഒരു കാപ്പാടുണ്ട്, ആ കാപ്പാടല്ല, അതാണ്. ഒരേ പേര് തന്നെ പല സ്ഥലങ്ങളിലും പല ജില്ലകളിലും ഒരേ പേരുള്ള സ്ഥലങ്ങളുണ്ടാവും. പാളയം എന്ന് പറയുന്ന ഒരു ടൗൺ കോഴിക്കോട്. തിരുവനന്തപുരത്തും റെയിൽവേ സ്റ്റേഷൻ അടുത്തായിട്ട് ഒരു പാളയം എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. കോഴിക്കോട് പാളയം എന്ന് പറഞ്ഞാൽ ഭയങ്കര മാർക്കറ്റിംഗ്. അത് വലിയ പഴയ സ്റ്റാൻഡിന്, കോഴിക്കോടുള്ള പഴയ സ്റ്റാൻഡിനാണ് ഈ പാളയം എന്നുള്ള പേര് പറയുക. പക്ഷേ തിരുവനന്തപുരത്തുള്ളത് എന്ന് പറഞ്ഞാൽ അത് ഒരു പുതിയൊരു ബസ് സ്റ്റാൻഡ് എന്നുള്ള രീതിയിൽ. ഈ അലിബായി എന്നുള്ള സിനിമ കോഴിക്കോട് പാളയം മാർക്കറ്റായിട്ട് ബന്ധപ്പെട്ട ഒരു സ്റ്റോറിയാണ്. അവിടെ അങ്ങനെ ഒരാളുണ്ടായിരുന്നു പറഞ്ഞു. അതെ, തുളസിദാസ് സംവിധാനം ചെയ്ത സിനിമയാണ് അലിബായി. അങ്ങനെ ഒരാൾ അവിടെ ഉണ്ടായിരുന്നു പറഞ്ഞു. അത് കുറച്ചുകൂടി എക്സാജറേറ്റഡ് ചെയ്തിട്ടാണ് ഈ മൂവി ഉണ്ടായത്. അങ്ങനെ ഒരു പേഴ്സൺ അവിടെ ഉണ്ട്, പക്ഷെ അതങ്ങനെ അത്രയും എന്താ അല്ല കമ്പാരിറ്റീവ്ലി ബോൾഡ് ആയിരിക്കും, പക്ഷെ അത്ര ബോൾഡ്നെസ് അയാൾക്ക് ഉണ്ടായിരുന്നില്ല. സിനിമയിലാകുമ്പോൾ കുറച്ചുകൂടി ഒന്ന് ആൾക്കാരെ ഇൻട്രസ്റ്റ് ചെയ്യാൻ വേണ്ടി ചെയ്തതാണ്. അപ്പൊ എന്തായാലും കൊയിലാണ്ടി കാപ്പാടാണ് നമ്മുടെ വാസ്കോ ഡ ഗാമ ആദ്യമായിട്ട് കാല് കുത്തിയത്. പക്ഷെ ഇപ്പോഴും ഉണ്ട്. അദ്ദേഹം കുത്തിയ കാല് വലത് കാലാണോ ഇടത് കാലാണോ എന്നുള്ളത് ഒരു സ്ഥലത്തും എഴുതിയിട്ടില്ല, അല്ലേ? കുത്തിയത് കാല് മിക്കവാറും ഇടത് കാലായിരിക്കും. ഇങ്ങനെ കുത്തിയോ എന്നുള്ള ഒരു സംഭവം ഉണ്ടല്ലേ? ഓക്കെ, ശരി. പേരെന്താ പേര്? രോഹിത്. ഓക്കെ. കോഴിക്കോട് കൊയിലാണ്ടി. ഓക്കെ. ശില്പ. എവിടെ സ്ഥലം? തലശ്ശേരിയിൽ എവിടെയാണ്? പാറാല്. ഓക്കെ. ഈ തലശ്ശേരിയാണ് 3 സിയുടെ സംഗമ ഭൂമിയാണ് തലശ്ശേരി. ഞാനിപ്പോ എന്റെ ഹസ്ബൻഡിന്റെ വീടാണ്, റീസെന്റ് മാരീഡ് ആണ്. സ്വന്തം സ്ഥലം എവിടെയാ? ശ്രീകണ്ഠാപുരം. അപ്പം ശ്രീകണ്ഠാപുരം മലയോര മേഖലയാണ് അല്ലേ? പിന്നെ തലശ്ശേരി 3 സിയുടെ സംഘമാണ്. എന്താ ഏതൊക്കെയാണെന്ന് അറിയാം? ഒന്ന് ക്രിക്കറ്റ്, ഒന്ന് സർക്കസ്, ഒന്ന് കേക്ക്. 3 സിയുടെ സംഭവമാണ്. ഓക്കെ. ഇവിടെ പേര് വിവിന്യ. 2 വി, 2 വാക്ക് 2 വള്ളി 1 ന അല്ലേ? വിവിന്യ. എവിടെ സ്ഥലം? കൊളച്ചേരി. നമ്മുടെ കണ്ണാടിപ്പറമ്പ് കൊളച്ചേരിയാണ്. കൊളച്ചേരി പറമ്പ്. ഓക്കെ. നിങ്ങളുടെ ഹോബീസ് എന്താണ്? ഹോബീസിനൊന്നും സമയം കിട്ടാറില്ല ഇപ്പോഴും. രാവിലെ എത്ര മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങും? 8 മണിയാകുമ്പോഴേ ഇറങ്ങും. ഇറങ്ങിക്കഴിഞ്ഞാൽ എത്ര മണിയാണ് വീട്ടിലെത്തും? ഒരു 6 മണി ഒക്കെ ആകുമ്പോഴെത്തും. പ്രത്യേകിച്ച് നമുക്ക് ഹോബീസൊന്നും ടൈം കിട്ടത്തില്ല. കിട്ടില്ല. അപ്പൊ നിങ്ങളുടെ ഹോബീസ് എന്താണ്? ഇതുപോലെ തന്നെ ടൈമൊന്നിനും ഇല്ല. അല്ല, അപ്പൊ മാഷ് ഇവിടെ തന്നെ താമസിച്ച് വക്കെയാണോ? ഞാൻ ഡെയിലി പോയി വരുന്ന ആളാണ്. എത്ര മണി ട്രെയിനാണ് പോകുന്നത്? ഞാൻ 5 മണിയുടെ ട്രെയിനിന് പോയി കഴിഞ്ഞാൽ എനിക്ക് ഒരു 6:30 വീട്ടിലെത്തും. പിന്നെ 6:30 വീട്ടിലെത്തി കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് കാര്യത്തിന് സമയം കിട്ടാറുണ്ട്. അത് കുഴപ്പമില്ല. ഓക്കെ. എന്നറിയോ, ഈ ലേഡീസ് ആകുമ്പോൾ അവർക്ക് വീട്ടിൽ ഒരുപാട് കാര്യം ചെയ്യണ്ടാവും. ഒരു ആണൊക്കെ പിന്നെ അങ്ങനെ ഒരു പാൻറ്റോ ലുങ്കിയോട്ടൊക്കെ പുറത്തേക്ക് എടുക്കാം, കുഴപ്പമൊന്നുമില്ല അല്ലേ? രാവിലെ എത്ര മണി ട്രെയിൻ ഇങ്ങോട്ട് വരുന്നത്? രാവിലെ 6:30യുടെ ട്രെയിനിന് കൊയിലാണ്ടിയിൽ നിന്ന് ഇങ്ങോട്ട് വരണം. പക്ഷേ നേരത്തെ അത് ഇവിടെ എത്തിക്കോളും. ഞാൻ 8:15 ആകുമ്പോഴത്തേക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എത്തും. ശരിക്കും പ്രവർത്തനം ആരംഭിക്കുന്ന എത്ര മണിക്ക് ഇവിടെ? അത് 9 ആണ് അറൈവൽ ടൈം. 9:30ക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഇവിടെ എത്ര വർഷമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്? ഇവിടെ അധികമായിട്ടില്ല. ഇവിടെ ഒരു 3 മാസം. 3 മാസം. ടീച്ചർ 1 ഇയർ ആയി. ഞാൻ നിയർലി 1 ഇയർ. ഓക്കെ. അപ്പോൾ എന്തായാലും നമ്മൾ ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ ഒരുപാട് ചരിത്രത്തിൻ്റെ ഭാഗമായിട്ടുള്ള വാസ്കോ ഡ ഗാമ, പിന്നെ നമ്മുടെ കാപ്പാട് കാലുകുത്തിയൻ്റെ കഥ, അത് അദ്ദേഹം എന്തായിരുന്നു എന്നുള്ള കഥ, കോഴിക്കോട് പാളയം മാർക്കറ്റിൻ്റെ കഥ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മാഷ അറിവിൻ്റെ നിറകൂടത്തിന് ഇച്ചിരി നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും ആ അറിവൊന്നും നമുക്ക് തള്ളിക്കേണ്ട, എല്ലാം വലിയ അറിവാണ്. ഇപ്പോൾ ചെറിയ ചോദ്യം ചോദിക്കാം. മാഷ്ക്ക് ഇഷ്ടപ്പെട്ട നിറം ഏതാണ്? ബ്ലൂ. എന്താ കാരണം? അത് ഒരു സ്കൈയുടെ ഒരു കളറാണ്, ആകാശത്തിൻ്റെ ഒരു നിറമാണ്. അതെ. പിന്നെ ഒരു ഫ്ലവർ, എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫ്ലവർ ഉണ്ട്. ഈ
എന്താ കാക്കപ്പൂ എന്ന് പറയുന്ന പാടത്ത് കാണുന്നത്. അതെ അതെ അതിൻ്റെ ഒരു കളറാണ്. അങ്ങനെ ഒരുപാട് ഗുണമുണ്ട്. അതെ അതെ. ടീച്ചർക്ക് ഏതാ? യെല്ലോ യെല്ലോ, മഞ്ഞ. അത് നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഏതാണ് മഞ്ഞ കളറാണ്. എന്താണ് ഈ മഞ്ഞയുടെ ഒരു ഇഷ്ടപ്പെടാൻ അല്ല എനിക്ക് കോൺഫിഡൻസ് തോന്നാറുണ്ട് ആ കളർ കാണുമ്പോൾ. മഞ്ഞക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ട്. യെസ്, ഓക്കെ. ഇവിടെ എനിക്ക് ബ്ലാക്ക്. എന്താണ് ബ്ലാക്കിന്റെ? പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. ബ്ലാക്ക് ഡ്രസ്സൊക്കെ ഇട്ടാൽ നല്ലൊരു എലഗൻ്റ് ആയിട്ട് തോന്നാറുണ്ട്. മുഖമൊക്കെ എടുത്ത് ആ കാണിക്കും. അതെ അതെ. അങ്ങനെ ഒരു ഗുണമുണ്ട്. ആ. അതാണ്. ഇഷ്ടപ്പെട്ട നമ്പർ, ലക്കി നമ്പർ ലക്കി നമ്പർ ആയിട്ടൊന്നുമില്ല. ഒന്നുമില്ല. എനിക്കില്ല. 4 എന്താ കാരണം? 2 സ്ക്വയർ 2 സ്ക്വയർ അതാണ് 2 times 2 ആൻഡ് ഇറ്റ്സ് ഈവൺ നമ്പർ. ഈവൺ നമ്പേഴ്സാണ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ട നമ്പർ. ഇരട്ട സംഖ്യകൾ എന്ന് അത് പറയുന്നത്. എന്താണ് ഈ വണ്ണം അങ്ങനെ ഇരട്ട ഇഷ്ടപ്പെടാൻ കല്യാണം കഴിച്ചാ? അല്ല ഇല്ല അപ്പൊ ഇല്ല. ഇപ്പൊ ഒറ്റയാണ്, പക്ഷെ ഇഷ്ടം ഇരട്ട സംഖ്യയോടാണ്. അതെ അതെ. ഓക്കെ, എന്തായാലും സന്തോഷം. അപ്പം ചെറിയ ചോദ്യം ചോദിക്കുകയാണേ. അതായത് ടീച്ചർക്ക് ബ്ലാക്ക്, യെല്ലോ, ബ്ലൂ, ഓരോ ആൾക്കും ഓരോ നിറം കൂടെ ഇഷ്ടമുണ്ടാവും. എൻ്റെ ചോദ്യമാണ്, ഒരു നിറം പേരിനകത്തുള്ള സംഖ്യ ഏതാണ്? ഏതായാലും നിങ്ങൾ പറഞ്ഞ ബ്ലാക്ക് അല്ല, യെല്ലോ അല്ല, ബ്ലൂ അല്ല, ഈ 3 കളറും അല്ലാതെ വേറൊരു നിറം പേരിനകത്തുള്ള സംഖ്യ ഏത്? ചെറിയൊരു ക്ലൂ തരാം. നമ്മൾ എക്സാമൊക്കെ എഴുതി കഴിയുമ്പോൾ നമ്മൾ പറയും നമുക്ക് ഇത്ര ശതമാനം ഉണ്ടാവണം വിജയം. 100 റെഡ്. യെസ്, കറക്റ്റ് ആൻസർ 100 ആണ്. 100 എന്ന് പറയുമ്പോൾ അതിൻ്റെ അവസാനം റെഡ് എന്നുള്ള അക്ഷരത്തെ വാക്ക് വരുന്നുണ്ട്. അതായത് ഒരു നിറമുള്ള സംഖ്യ 100, അതിൽ റെഡ് ഉണ്ട്. അപ്പോൾ ഞാൻ ഏറ്റവും വലിയൊരു ഓപ്ഷനാണ് കൊടുത്തിരിക്കുന്നത്. ക്ലൂ കൊടുക്കുകയെന്നാൽ ഇത്രയും കൊടുക്കാനുള്ള നമ്മൾ വിജയം ഇത്ര ശതമാനം, 100% വിജയം ഉണ്ടാകുന്നതാണ്. ഇംഗ്ലീഷ് 100, 100. അപ്പോൾ കറക്റ്റ് ആൻസർ മേടത്തുള്ള സമ്മാനം. ഒരു നിറമുള്ള സംഖ്യ, പേരിനകത്ത് ഒരു നിറമുള്ള സംഖ്യ ഏത് എന്നാണ് ചോദ്യം. ഉത്തരം 100 ആണ്. 100 എന്ന് എഴുതുമ്പോഴും പറയുമ്പോഴും അതിനകത്ത് ഒരു റെഡ് ഉണ്ട്. അപ്പോൾ ഉത്തരം പറഞ്ഞ ടീച്ചർ പേര് വിവിന്യ ടീച്ചർക്ക് കണ്ണൂരുള്ള ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടേഴ്സ് നൽകുന്നൊരു സ്നേഹസമ്മാനം. പിന്നെ മലബാർ ഗോൾഡൻ ഡയമണ്ട് നൽകുന്ന സമ്മാനം. സ്വർണ്ണമല്ലേ, ഗോൾഡ് അല്ല, പ്രത്യേകം പറയാം. പിന്നെ ഉല്ലാസത്തിന് അതിർവരമ്പുകളില്ല വിസ്മയ അമ്യൂസ്മെൻറ്റ് പാർക്ക് നൽകുന്ന മറ്റൊരു സമ്മാനം. അപ്പോൾ സന്തോഷം, കാണാം. ഓക്കെ സാർ, കാണാം. അപ്പോൾ നമ്മുടെ മറ്റൊരു അധ്യായം കൂടി ഇവിടെ പൂർണ്ണമാകുകയാണ്. പുതിയ ചോദ്യങ്ങൾ, പുതിയ മുഖങ്ങൾ, പുതിയ സ്ഥലങ്ങളൊക്കെ ആയിട്ട് വീണ്ടും നമ്മൾ കണ്ടുമുട്ടും. ഹാപ്പി ആയിട്ടിരിക്കുക, കുറ്റം ചെയ്യാതിരിക്കുക, മറ്റുള്ളവരെ വേദനിപ്പിക്കാതിരിക്കാൻ ശ്രമിക്കുക. മാത്രം പറയുന്നു.